പ്രൈസ് ലോർഡ്. വീണ്ടും നിങ്ങളെ കാണാനും ശുശ്രൂഷിക്കാനും ദൈവത്താൽ ഒരുക്കപ്പെടുന്ന അനുഗ്രഹീത നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയുന്നത് എനിക്ക് ലഭിച്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമായി ഞാൻ കാണുകയാണ്. തുടർമാനമായിട്ട് നടക്കുന്ന ഈ ദൈവവചന ശുശ്രൂഷകളിൽ, പരമ്പരകളിൽ നിങ്ങൾ ഇത് കാണുകയും ഇതിനോട് കാണിക്കുന്ന എല്ലാ നല്ല സ്നേഹാദരവുകൾക്കുമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ആഴമായി നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തിയാൽ ആ ദൈവവചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന നിലയിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ജീവിതം ആരംഭിക്കുന്ന ഒരു ദൈവ പൈതൽ താൻ പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് നീതീകരണം എന്നുള്ളത്. അതൊരു സാധാരണ വാതിലല്ല. എല്ലാവർക്കും പ്രവേശനം ഉണ്ട് എങ്കിൽ പോലും എല്ലാവരും പരിപൂർണമായി ഇതുവരെ പ്രവേശിച്ച ഒരു വാതിൽ അല്ലാതെ. നീതീകരണത്തിലൂടെ ഒരാളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്ന്, ധൈര്യത്തോടെ പിതാവിങ്കിലേക്കുള്ള എൻ്റെ പ്രവേശനമാണ്. മറ്റൊന്ന്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞാൻ പ്രാപിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, എൻ്റെ ആത്മാവിൽ വെളിപ്പെട്ട, ശരീരത്തിലും ദേഹിയിലും വെളിപ്പെട്ട പാപത്തെ സമ്പൂർണമായി കഴുകി ശുദ്ധീകരിച്ച് എന്നെ ദൈവത്തിൻ്റെ നീതിയാക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളിലൂടെ ഞാൻ ദൈവത്തിൻ്റെ മകൻ, പുത്രൻ, പുത്രി എന്നുള്ള പദവിയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. എത്ര സൗഭാഗ്യകരമായ ഒരനുഭവം. എന്നാൽ നീതീകരണം എന്ന പ്രോസസ്സ് അവിടം കൊണ്ട് അവസാനിക്കുകയാണോ? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് പാപത്തിൽ നിന്നുള്ള മോചനം, ക്രിസ്തുവിലുള്ള ജയജീവിതം എന്നുള്ള പിതാവിങ്കിലേക്കുള്ള പ്രവേശനം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാതിലുകളിലൂടെ മാത്രം നിൽക്കുകയല്ല. നീതീകരണം എന്ന ദൈവിക പ്രോസസ്സിങ്ങിൽ മുൻപിലോട്ട് നമ്മൾ നടന്നു തുടങ്ങുകയാണ് വേണ്ടുന്നത്. വാസ്തവത്തിൽ നമ്മുടെ വിളി എന്താണ്? പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ പത്രോസ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ആകയാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അഭികം ഉറപ്പാക്കിക്കൊള്ളുവിൻ. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നീതീകരണത്തിൽ ഞാൻ പ്രവേശിച്ചു, ദൈവത്തിൻ്റെ മകനായി, മകളായി ഞാൻ മാറി. പക്ഷേ എന്താണ് എൻ്റെ വിളി? വാസ്തവത്തിൽ എങ്ങനെയാണ് ദൈവിക വിളി നാം തിരിച്ചറിയുന്നത്? ചിലർ അതിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം, എൻ്റെ ആഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ വിളി എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ദൈവം നമുക്ക് നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അത് നിശ്ചയമായും അങ്ങനെ തന്നെ. നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ വേദിയിൽ ഉപയോഗിക്കപ്പെടുന്നവരെ കാണുമ്പോൾ, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരെ കാണുമ്പോൾ, ദൈവം ശക്തമായി ഓടിക്കുന്ന ആളുകളെ കാണുമ്പോൾ, അതുപോലെ എന്നെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഒരിക്കലും തെറ്റല്ല. ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദൈവം സാധ്യമാക്കുക തന്നെ ചെയ്യും. എന്നാൽ ദൈവം നിങ്ങൾ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുൻപ്, ക്രിസ്തുവിൽ നിങ്ങൾ മറഞ്ഞിരുന്നപ്പോൾ മുതൽ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച ഒരു യഥാർത്ഥ ദൈവിക കോളിംഗ്, വിളിയുണ്ട്. അത് നാമും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ, തുറന്നു വരാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നാം കൈ കൊടുക്കാത്തിടത്തോളം കാലം നമ്മൾ അപൂർണരാണ്. നാം പൂർണ്ണരായി മാറുകയില്ല. പൂർണ്ണതയില്ലാതെ നമുക്കൊരു ജയജീവിതം ക്രിസ്തുവിൽ ചെയ്യുക അസാധ്യമാണ്. എന്നാൽ ഒരു ഭാഗം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ബന്ധങ്ങളും സൗഹൃദങ്ങളും പെന്തക്കോസ് പശ്ചാത്തലത്തിനകത്തോ ആത്മീക പശ്ചാത്തലത്തിനകത്തോ വളർന്നു വന്നതിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന എല്ലാ സാധ്യതകളും നമ്മുടെ വിളിയുടെ ഭാഗം ആകണമെന്നില്ല. ഞാനൊരു കൊച്ചുദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പാസ്റ്ററുടെ മകനാണ്. പെന്തക്കോസിൻ്റെ 4ാമത്തെ തലമുറക്കാരനാണ് ഞാൻ. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിയുറച്ച വിശ്വാസം
പെന്തക്കോസ്തിൻ്റെ ആത്മീക അനുഭവങ്ങൾ തന്നെയാണ്. ഞാനത് എടുത്തു പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ബാല്യകാലം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു പാസ്റ്ററിൻ്റെ ഫെയ്ത്തോമിലെ ജീവിതം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ. ഫെയ്ത്തോമിൻ്റെ ലൈഫിനകത്തും ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെയും പെന്തക്കോസ്തിൻ്റെ ചുറ്റുപാടുകൾക്കകത്തും പൊതുവായി കാണുന്ന ചില ഘടകങ്ങൾ ഉണ്ട്. അതിലൊന്ന്, ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ അവസരം തരിക എന്നുള്ളത് ഒരു ഭാഗമാണ്. ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പാസ്റ്ററുടെ മകൻ എന്നുള്ള നിലയിൽ എൻ്റെ പിതാവിൻ്റെ സൗഹൃദ വലയങ്ങൾക്കകത്തു നിന്നും ബന്ധങ്ങൾക്കകത്തു നിന്നുമൊക്കെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ടുണ്ട്, നിശ്ചയം. പക്ഷേ എൻ്റെ വിളിയുടെ ഭാഗമായി ഞാൻ അതിനെ കാണാൻ പാടില്ല. അതെനിക്ക് ദൈവത്താൽ ലഭിക്കുന്ന എൻ്റെ ഫേവറിനകത്തുള്ള ഓപ്പണിങ്ങുകൾ തന്നെയാണ്. പക്ഷേ എൻ്റെ കോളിങ്ങിലേക്ക്, റിയൽ കോളിങ്ങിലേക്ക് വരുമ്പോൾ മാത്രമാണ് എന്നെ ദൈവം വ്യക്തിപരമായി ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളൊരു പക്ഷെ ദേശത്ത് പ്രബലപ്പെട്ട ഒരു വ്യക്തിത്വമായിരിക്കാം, വിശ്വാസത്തിൽ വന്നിട്ടുള്ളയാളായിരിക്കാം. നിങ്ങൾക്ക് ലഭ്യമായ എല്ലാ അവസരങ്ങളും കോളിങ്ങിൻ്റെ ഭാഗമായി നിങ്ങൾ കാണരുത്. ദൈവം നമുക്ക് വിളിയുടെ ഭാഗമായി തന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുങ്ങി വരുമ്പോൾ വേറെ ഒരു പ്രശ്നവും കാണില്ല എന്നുള്ളതല്ല. അതിശക്തമായ വെല്ലുവിളികൾ ഉണ്ടാകും, അതിശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം, മനസ്സ് തകർക്കുന്ന നിലയിൽ സാധ്യതകൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ അതിനെല്ലാം മുകളിൽ ഒരു ദൈവിക സമാധാനം ആ ഓപ്പണിങ്ങുകളുടെ മുകളിൽ നിങ്ങൾക്കുണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ അടുത്ത പ്രോസസ്സിംഗ് ആരംഭിക്കുന്നത്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നീതീകരണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്പണിംഗ് നമ്മളിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു പ്രവേശനമാണ് ലഭിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശ്രദ്ധിപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണ്. നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. ഒന്ന് ധൈര്യം, രണ്ട് പ്രവേശനം. എന്തും ചെയ്യാനുള്ള ഒരു ആത്മീക ധൈര്യം, എത്ര ബലഹീനമാണെങ്കിലുമുള്ള ധൈര്യം, കഴിവില്ല എന്ന് പറഞ്ഞാലും ധൈര്യം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഉദാഹരണം കൂടെ ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഒരു കുഞ്ഞ് തൻ്റെ 1 വയസ്സോ 2 വയസ്സോ ഉള്ളപ്പോൾ ആ കുഞ്ഞൊരു ഡോക്ടറാകുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ വളർച്ചയിലാണ് ആ പറഞ്ഞ വാക്കുകൾക്ക് ബോധ്യം ഉണ്ടാകുന്നത്. സോ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിങ്ങൾ പൂർണ്ണരാകണമെങ്കിൽ നീതീകരണം എന്ന ആദ്യ ചവിട്ടുപടിയിൽ നിന്ന് നാം വളർച്ച പ്രാപിക്കണം. നമ്മുടെ ആത്മാവിന് നീതീകരണത്തിൽ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. നമ്മുടെ ആത്മാവിൽ പാപമോചനം നടന്നു കഴിഞ്ഞു. നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരണം നടന്നു കഴിഞ്ഞു. നമ്മുടെ ആത്മാവ് സ്വർഗീയ തലങ്ങളിൽ ഇരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അകത്തുണ്ടായ ഈ ആത്മാവ് നമ്മുടെ ഭൗതിക ശരീരത്തിലും നമ്മുടെ ദേഹിയുടെ തലത്തിലും ആക്റ്റീവായി മാറണം എന്നുള്ളതാണ് നീതീകരണത്തിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സ്. അവിടെ കുറെ കൂടെ കാര്യങ്ങൾ മുറുകുന്നതായി നിങ്ങൾക്ക് തോന്നിയെന്ന് വരാം. ചിലർ പറയാറുണ്ട്, പാസ്റ്ററെ തുടക്കം ഭയങ്കര സുഖമായിരുന്നു, പ്രാർത്ഥന, ആരാധന, ചർച്ചിൽ പോകുന്നു, ദൈവശബ്ദം കേൾക്കുന്നു, ഏതു പ്രവാചകൻ വന്നാലും എന്നോട് പ്രവചിക്കുന്നു, ആരാധിക്കുന്നു, നന്മയുണ്ട്, അഭിവൃദ്ധിയുണ്ട്, ബിസിനസ് വളർച്ച പ്രാപിച്ചു, മക്കൾ നല്ല നിലയിലെത്തി. പക്ഷേ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി, പതുക്കെ പതുക്കെ കാര്യങ്ങൾ ടഫാകാൻ തുടങ്ങി. പ്രാർത്ഥന വർദ്ധിപ്പിച്ചപ്പോൾ പോരാട്ടവും വർദ്ധിക്കാൻ തുടങ്ങി. പാസ്റ്റർ, പരാതിയും പരിഭവങ്ങളുമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ ലക്ഷണമല്ലാതെ ദൈവം നിന്നെ വളർത്തി എന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. അടുത്തത് നീതിയുടെ ദാനം എന്ന ആത്മീക പദവിയിലേക്ക് കാലുവെക്കാൻ നമുക്ക് കഴിയട്ടെ. നിശ്ചയമായിട്ടും നിങ്ങളുടെ വളർച്ച അങ്ങനെ ഒരു പ്രോസസ്സിങ്ങിൽ തുടരുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കുന്നവരായി മാറും. തുടർമാനമുള്ള ദൈവവചന ഭാഗമായതുകൊണ്ട് ഇതിനു മുൻപുള്ള ആഴ്ചകളിലുള്ള ദൈവവചനവും ഇതിന് ശേഷം വരുന്നതും തുടർമാനം നിങ്ങൾ കേൾക്കാൻ കഴിയട്ടെ. ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്റ്റായി കിടക്കുന്നത് കൊണ്ട് ഈ ആശയങ്ങൾ നിങ്ങൾ തുടർമാനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നിശ്ചയമായും പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ കമൻറ്റുകളിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. അവർ ആയിരിക്കുന്നിടത്ത് ദൈവിക സമാധാനവും നീതിയിലുള്ള വളർച്ചയും അവർക്കുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചുവരെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ,
എയ്മാൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് സഹായിക്കും.